മന്ത്രിസഭാ രൂപീകരണത്തിൽ തലസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസിൽ നിന്ന് സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എം ലിജു, പി സി വിഷ്ണുനാഥ് എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. ചാണ്ടി ഉമ്മന്റെയും ബിന്ദു കൃഷ്ണയുടെയും പേരുകളും സജീവ പരിഗണനയിലുണ്ട്. കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് KPCC ആസ്ഥാനത്ത് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സതീശനും സണ്ണി ജോസഫും കൂടിക്കാഴ്ച നടത്തുകയാണ് KPCC ആസ്ഥാനത്ത്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സൈനുലബ്ദീൻ, RB സനൂപ് എന്നിവർ ചേരുകയാണ്. സെയ്ഫിലേക്ക്. സെയ്ഫ്, നിലവിൽ ഇപ്പോൾ ആരൊക്കെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്? ടീം VDSനെ സംബന്ധിച്ച് ഒരു പ്രാഥമിക ചർച്ചകൾ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട് ദിവ്യ. അതിൽ പ്രധാനപ്പെട്ടത് ചില മുതിർന്ന നേതാക്കൾ അവരെയാണ് ആദ്യം പരിഗണിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ മന്ത്രിപ്പട്ടികയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. AP അനിൽകുമാർ ആ മന്ത്രിപ്പട്ടികയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വട്ടിയൂർക്കാവ് MLA കെ മുരളീധരൻ അതിനകത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. എം ലിജു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സജീവമായി പരിഗണിക്കുന്നുണ്ട്. കുണ്ടറ MLA പി സി വിഷ്ണുനാഥ് ആ മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹവും എത്തിച്ചേരുകയാണ്. ചാണ്ടി ഉമ്മൻ്റെ പേരും അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണയുടെ പേരുമാണ് കൂടുതൽ പരിഗണനയിലുള്ളത്. അവർ മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കോൺഗ്രസിന് മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാരാണ് വേണ്ടത്. ആ മന്ത്രിമാരുടെ കാര്യത്തിലുള്ള ധാരണയുണ്ടാക്കാൻ വേണ്ടിയാണ് VD സതീശൻ ഇവിടെ ഘടകകക്ഷികളുമായിട്ടുള്ള യോഗമൊക്കെ മറ്റ് ചർച്ചകളെല്ലാം നടന്നിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇവിടെ നിന്ന് KPCC ആസ്ഥാനത്തേക്ക് പോയത്. ഇപ്പോൾ PJ ജോസഫ് അടക്കമുള്ളവർ KPCC ആസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി ടീം VDSനെ സെറ്റാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് കോൺഗ്രസ് നടത്തുന്നത്. അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. പലതരത്തിലുള്ള കാര്യങ്ങൾ അതിനകത്ത് പരിഗണിക്കേണ്ടി ഉണ്ട്. അത് കോൺഗ്രസിൻ്റെ മന്ത്രിസഭ ആയതുകൊണ്ട് തന്നെ സാമുദായിക സമവാക്യങ്ങൾ എല്ലാ പാർട്ടികളും അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാം പരിഗണിച്ച് വേണം ഒരു മന്ത്രിസഭാ രൂപീകരണം നടത്താൻ. അത് സാമുദായിക പരിഗണനകൾ നോക്കണം, ജില്ലകളുടെ പരിഗണനകൾ നോക്കണം, അങ്ങനെ വിവിധ തരത്തിലുള്ള പരിഗണനകൾ നോക്കേണ്ടതുണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ പറഞ്ഞ പേരുകളെല്ലാവരും എന്തായാലും മന്ത്രിസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവരുടെ വകുപ്പുകൾ ഏത് എന്ന് സംബന്ധിച്ചാണ് ഇനി ചർച്ചകൾ ഉണ്ടാകേണ്ടത് സ്വാഭാവികമായിട്ടും. അതിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരവും വിജിലൻസും ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട്. VD സതീശൻ പൊതുഭരണത്തിനൊപ്പം തന്നെ ധനവകുപ്പ് കൂടി അദ്ദേഹം കൈകാര്യം ചെയ്യുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ധനവകുപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പല സമയങ്ങളിൽ സഭയിൽ ആ പ്രതിപക്ഷത്തിന് നയിച്ച സമയത്തും അതിനു മുന്നോടിയായി പ്രതിപക്ഷ MLA ആയിരുന്ന സമയത്തുമെല്ലാം ധനവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ ആധികാരികമായിട്ട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആളാണ് VD സതീശൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധനവകുപ്പിനോടൊരു താല്പര്യമുണ്ട്. അദ്ദേഹം തന്നെ അത് കൈയാളുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏത് വകുപ്പ് കൈമാറും? മുതിർന്ന നേതാവാണ് അദ്ദേഹം, മുൻ ആഭ്യന്തരമന്ത്രിയാണ്. മാത്രമല്ല അത് മുതിർന്ന നേതാവെന്ന വലിയ പരിഗണന അദ്ദേഹത്തിന് നൽകേണ്ടതുണ്ട്. അദ്ദേഹത്തിന് റവന്യൂ വകുപ്പായിരിക്കുമോ നൽകുന്നത് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം അതായിരിക്കും ഒരു പക്ഷേ. കെ മുരളീധരൻ ആരോഗ്യത്തിനോട് താല്പര്യമുണ്ടെന്നാണ് കേട്ടത്. അദ്ദേഹത്തിന് ചിലപ്പോൾ അത് നൽകിയേക്കാം. മറ്റ് വകുപ്പുകളെ സംബന്ധിച്ച് ഏകദേശ ധാരണ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഉണ്ടാകത്തുള്ളൂ ദിവ്യ. അത് നാളെ ഉച്ചയോടുകൂടി ഗവർണറെ കണ്ട് ഈ പട്ടിക കൈമാറാം എന്ന ആത്മവിശ്വാസം VD സതീശൻ ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത് ആ പ്രശ്നങ്ങൾ വലിയ തർക്കങ്ങളില്ലാതെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളത് കൊണ്ടാണ്. ലീഗിന് 5 മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. PJ ജോസഫുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇതിനകത്ത് ചെറിയ ഒരു ആശങ്ക കോൺഗ്രസിന് ഉണ്ടാക്കുന്നത്. 2 മന്ത്രിസ്ഥാനം വേണമെന്ന് കടുത്ത നിലപാടിലാണ് PJ ഉള്ളത്. PJയുമായിട്ട് രാവിലെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം 2 മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞു. ഒരു മന്ത്രിസ്ഥാനം ഒരു ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള ചീഫ് വിപ്പ് പദവിയുമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന ആത്മവിശ്വാസമാണ് VDക്ക് ഇപ്പോഴും ഉള്ളത്. ഷിബു ബേബി ജോൺ മന്ത്രിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം തൊഴിൽ വകുപ്പിൽ നിന്ന് വിട്ടിട്ട് ഒരു പ്രധാനപ്പെട്ട വകുപ്പ് വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. കഴിഞ്ഞ തവണ അങ്ങനെ കാര്യമായ MLA-മാരില്ലായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല RSPയുടെ അവസ്ഥ എന്നുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട വകുപ്പ് വേണം. പൊതുമരാമത്തോ വൈദ്യുതിയോ അതിനൊപ്പം തന്നെ ടൂറിസവും വേണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. CP ജോണിന് തുറമുഖം അല്ലെങ്കിൽ സഹകരണം അതിലേതെങ്കിലും ഒരു വകുപ്പായിരിക്കും ഉണ്ടാവുക. അനൂപ് ജേക്കബിന് ഭക്ഷ്യവകുപ്പ് തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന സൂചനകൾ. പിന്നീട് 2 പേരുള്ളത്, ഒന്ന് RMB ആണ്. RMB അസോസിയേറ്റ് മെമ്പറാണ്. അസോസിയേറ്റ് മെമ്പർക്ക് അവർ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി വലിയ അവകാശവാദങ്ങളൊന്നും ഉന്നയിച്ച് പരസ്യമായി രംഗത്ത് വന്ന് കണ്ടതുമില്ല. എന്നിരുന്നാലും അതിൻ്റെ നേതാവ് വേണു അടക്കമുള്ളവർ മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചതായി കേട്ടിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അങ്ങനെ പരിഗണിക്കുമോ? മാണി സി കാപ്പൻ അദ്ദേഹം ഒരു MLA മാത്രമേ ഉള്ളൂ എങ്കിലും അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം UDF-നൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു ടേം വ്യവസ്ഥ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് പോലെയുള്ള 2.5 വർഷം RMBക്കും മാണി സി കാപ്പനും നൽകുമോ എന്നുള്ള കാര്യവും ചർച്ചയിൽ വരുന്നുണ്ട്. പേരുകൾ മന്ത്രിസ്ഥാനത്തെ കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്കായുള്ള ചർച്ചകളാണ് തുടരുന്നത്. ഇപ്പോൾ